അതെ അതെ, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പഠിക്ക്. സ്വന്തം നാവ് കൊണ്ട് പറയുന്നത് സ്വന്തം സൂക്ഷിച്ച അവസ്ഥ സ്വന്തം സൂക്ഷിച്ച നാവ കാണിക്കണേ അല്ലേ? ഏ എന്താ പറയാ, അവിടെ ഇവിടെയും പറയുമ്പോൾ സൂക്ഷിക്കുക. നിങ്ങൾ സ്വയം സമാധാനിപ്പിക്കുകയാണോ? ഞാൻ നിങ്ങളെ അങ്ങോട്ട് ദ്രോഹിക്കാണ്ട് ഇങ്ങോട്ട് നിങ്ങൾ ദ്രോഹിക്കണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളായിരുന്നു കൂട്ടി വാങ്ങണത് എന്തിനാ? അത് നിങ്ങളുടെ കണ്ട മനസ്സിലാക്കാമല്ലോ. ശോഷിച്ച വാക്കുകൾ പറയുന്നത് ഈ ബൈക്കുകൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ബൈക്കിന് ചിലപ്പോൾ കടകട ശബ്ദം ഉണ്ടോ, ചിലപ്പോൾ കേടായ ശബ്ദം ഉണ്ടാവും. അത് അതന്നെ പുറപ്പെടുവിക്കണേ. അതിൻ്റെ ശോഷിച്ച അവസ്ഥ, അതിൻ്റെ ശോഷിച്ച നാവ്, അതന്നെ നിങ്ങൾ തമ്മിൽ തമ്മിൽ കുഴിയിൽ ചാടിച്ച് ജീവനില്ലാത്ത ആരാധിച്ച് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കണേ. ജീവനില്ലാത്ത ആരാധിച്ച് പറഞ്ഞു കഴിച്ച് അല്ലേ, മൂട്ടിന്ന് വിട്ടുകൊണ്ടിരിക്കണേ. എന്താ എനിക്കറിയില്ല. നിങ്ങൾക്ക് അവരോട് ഗാണ്ടു എന്ന് പറയുമ്പോൾ ഗാണ്ടു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിഡ്ഢികളുണ്ടാ, എന്തെങ്കിലും ഞാൻ പറയാം, എന്നെ വ്യത്യാസം പറഞ്ഞു. ഒരിക്കലും എന്നെ തോണ്ടി തോണ്ടി ഇങ്ങനെ പറയാൻ വന്നിട്ടില്ല, മുഖത്ത് സംസാരിക്കാൻ. എന്നിട്ട് മുട്ടിയൊക്കെ മാമക്കോയ ഉണ്ടെങ്കിൽ അവരോട് നിന്റെ വായിൽ കയറി തൂറാൻ പറയും. അങ്ങനെയെങ്കിലും മൂട്ടിന്ന് വിടേണ്ടത് വായക്കോടെ വരാണ്ട് സ്വയം നന്നായിട്ട് വേസ്റ്റ് ആയിട്ട് പോയിക്കോളും, തൂറി വെക്കോളും. നിങ്ങൾക്ക് തൂറാൻ പറ്റണില്ലേ, അതുകൊണ്ടാണ് ഈ കണ്ണുണ്ടെന്ന് പറഞ്ഞിരിക്കണേ. ആണ്ടെന്ന് പറഞ്ഞാൽ ഊര നിന്റെ ചന്തി നിതംബം. മലയാളവും ഹിന്ദിയും പക്ഷേ ഞാൻ മിണ്ടാണ്ടിരിക്കാൻ പഠിക്കാതെ. കുറെ ഹിന്ദുകൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അത്രയും തൂറാൻ മുട്ടുണ്ടെങ്കിൽ തൂറൻ്റെ ശങ്ക മാറ്റണമെങ്കിൽ അവരോട്, പക്ഷെ മമ്മൂട്ടി പറഞ്ഞാൽ അവരോട് നിന്റെ വായിൽ കയറി മോത്തിട്ട് തൂറാൻ പറയും. അപ്പോൾ അവർ നന്നായിട്ട് തൂറി തരും വായിൽ. അപ്പോൾ മൂട്ടിന്ന് വിടേണ്ടത് വായിന്ന് വിടാണ്ട്, മനസ്സിലാവണ്ട, വായിന്ന് വിടാണ്ട് മര്യാദയ്ക്ക് തൂറി. വേസ്റ്റ് ആണെങ്കിൽ വേസ്റ്റ് കുറേ കിട്ടും വായോടെ തൂറുമ്പോൾ. വേസ്റ്റ് നന്നായിട്ട് മൂട്ടിക്കോടെ ഊരക്കോടെ ഇങ്ങനെ പോയിക്കോളും ഷറപ്പറാന്ന്. അപ്പോൾ തൂറലിൻ്റെ ശങ്ക അങ്ങനെ മാറി കിട്ടും. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക എന്താ വ്യത്യാസം. എനിക്ക് നിങ്ങളുടെ പോലത്തെ കോണങ്ങളൊന്നും ആഘോഷിക്കേണ്ട ആവശ്യമില്ല. കുറേ ആൻറ്റി ക്രൈസ്റ്റ് കുറേ കാണ്ടുകളും കുണ്ടന്മാരും ക്ഷണിക്കാൻ വന്നിട്ടുണ്ട് അത്രേ. വാതിൽ ബെല്ലടിച്ചു കഴിഞ്ഞാൽ പിന്നെ വാതിൽ മുട്ടേണ്ട കാര്യം എന്താ? ചെറിയ പിള്ളേരുടെ പരിപാടിക്ക് എന്നെ ക്ഷണിക്കേണ്ട കാര്യം എന്താ? കുറേ വിഡ്ഢികൾ ഇറങ്ങിയിരിക്കുക. ആരെ സമാധാനിപ്പിക്കാൻ നിങ്ങൾ പറയണേ? തമ്മിൽ പറയാനല്ലേ, മൂട്ടിന്ന് വിടാം. നിങ്ങൾ സങ്കോചിതമായ മനസ്ഥിതി വിട്ടതൊന്ന് വികസിക്കാൻ പഠിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ശോഷിച്ച ആൻറ്റി ക്രൈസ്റ്റ് ആണ്ടുകളുടെ ശോഷിച്ച എന്താ പറയുന്നത്, നശ്വരമായ സ്ത്രീയും നശ്വരം മനുഷ്യരെയും നശ്വരം ഹ്യൂമൻസിനും നശ്വരം മൃഗങ്ങളെ ആരാധിക്കുന്നത്, അത് ജീവനുള്ള ദൈവത്തിന് ബന്ധമില്ല. കുറേ ആൻറ്റി ക്രൈസ്റ്റ് കുമ്മൂട്ടിയും ഷൂർഖാനും ചെയ്യുന്നത് തന്നെയാണ്. മണ്ടൻ ഡയലോഗ് പറയിപ്പിച്ച് അവർക്ക് സ്വന്തമായിട്ടൊന്നും പറയാൻ അറിയില്ല. അതിപ്പോൾ പെണ്ണുങ്ങൾ ക്ലീശോ ഒടിഞ്ഞ് നടക്കണവർ തല ഉയർത്തി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നേരിട്ട് പറയാൻ അറിയോ? അതൊക്കെ തെറ്റാണ്. അപ്പോൾ നിങ്ങൾ തെറ്റ് മനസ്സിലാക്കി മാറാൻ പഠിക്കുക. അത് മാറാൻ തയ്യാറല്ല. പെണ്ണുകൾ, ഈ പെണ്ണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വാക്ക് പറയണേ, ഈ ആൻറ്റി ക്രൈസ്റ്റ് ഹിന്ദുസ്, ആൻറ്റി ക്രൈസ്റ്റ് റോമൻ കാത്തലിക്സ് ഉള്ളതാണ്. അവർ ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് വല്ലതും അറിയോ? ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് വല്ലതും പറയോ? ചാവണേ മുമ്പ് വല്ലതും പറയോ? ഇല്ല. വേസ്റ്റ് ലൈഫ് എന്ന് പറയട്ടെ, വേസ്റ്റ് സോഷ്യൽ അവസ്ഥ. സ്വന്തം തന്തയുടെ തള്ളയുടെ റീട്ടാർഡ് നേച്ചർ അനുകരിക്കുന്നത്. അവിടെ ഇവിടെയും ഓരോന്നും പറയണേന് ഞാൻ എന്ത് ചെയ്യാനാണ്? 4 വർഷം എവിടെയെങ്കിലും ഉണ്ടായിരുന്നു ഞാൻ ചോദിക്കാൻ പോയിട്ടില്ലേ? സ്വന്തം കാര്യം നോക്കി ധൈര്യത്തോടെ, അത് പറയണേ, സ്വന്തം കാര്യം നോക്കി ധൈര്യത്തോടെ എല്ലാവരുടെ കാര്യം മനസ്സിലാക്കിയിട്ടാണെങ്കിലും സ്ട്രോങ് ആയിട്ട് സന്തോഷത്തോടെ ഭക്ഷണം ഉണ്ടാക്കി എന്തൊക്കെ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ അവരുടെ കയ്യിൽ നിങ്ങൾ വിഡ്ഢിത്തല ഇടരുതെന്ന് മനസ്സിലായി. ജോലി ചെയ്യാൻ തത്രപ്പെടേണ്ട ആവശ്യമില്ല, മക്കളുണ്ടാക്കാൻ തത്രപ്പെടേണ്ട ആവശ്യമില്ല, കല്യാണം കഴിക്കാൻ തത്രപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാം ജീവനുള്ള ദൈവത്തെ സമയത്ത് നടന്നോളും. എല്ലാ കുമുട്ടിയും കോഹലാലും ക്രോമൻ കാത്തലിക്ക് ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കണം. പറയിപ്പിച്ച് മാത്രം പറയും. എന്നുവെച്ചാൽ സ്വന്തമായിട്ട് അവർക്ക് പറയാൻ അറിയില്ല, അറിവില്ല, ധൈര്യമില്ല. അറിവില്ലാത്ത കാരണം ധൈര്യമില്ല. പൂർണ്ണ അറിവില്ലാത്ത കാരണം ഇഗ്നോറൻസ് അവർക്ക് ധൈര്യമില്ല. ധൈര്യത്തോട് പറയിപ്പിച്ചാൽ മാത്രം 2 മണിക്കൂറിന് വേണ്ടി പറയും. ഞാനാണെങ്കിൽ 8 മണിക്കൂർ പ്രസ്താവിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ 3 ലക്ഷത്തിന് ആസ്തി ഉണ്ടെങ്കിൽ അവിടെ ഒരു ചിപ്പ് ക്യാമറ, ഇവിടെ ഒരു ചിപ്പ് ക്യാമറ, ഇവിടെ ഒരു ചിപ്പ് ക്യാമറ, എല്ലാത്തിനും കണക്ഷൻ, ഫ്ലാറ്റും വീടുകൾ എല്ലാവർക്കും കൊടുത്തിട്ട് ഇതിൻ്റെ കണക്ഷൻ നിങ്ങൾ പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കണക്ഷൻ വെച്ച് ഞാൻ പ്രസ്താവിക്കാം. അന്നും ഇതിനെക്കുറിച്ച് ആരും ചോദിക്കാൻ വന്നിട്ടില്ല, ഇന്നും ചോദിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അവർക്ക് വിവരമില്ല. സാധാരണ കാര്യം ചോദിക്കാൻ വന്ന് ഇങ്ങനെ പറയും, അത്ര തന്നെ. ആദ്യം തൊട്ട് പറഞ്ഞ പോലെ മനസ്സിലാക്കി പഠിക്കുക. എന്നെ ആരും തോണ്ടി ഈ ആക്ടേഴ്സിനും ടിഷ്യൂ കൊടുക്കാനെന്ന് പറഞ്ഞ് നടക്കാനോ വീഡിയോ കുടിക്കാനോ അങ്ങോട്ട് ഹാരിസൺ പേര് വിളിക്കാൻ തന്നെ തോണ്ടി അല്ലെങ്കിൽ ഓണത്തിന് ദസറയ്ക്ക് ഗോവയിൽ 9 വർഷം ഉണ്ടായിരുന്നു, ഇവിടെ 9 വർഷം ഉണ്ടായിരുന്നു തൃശ്ശൂർ. അവിടെ എവിടെയെങ്കിലും പുറത്തേക്കൊക്കെ പോയി. ഇവിടെയൊക്കെ എന്തൊക്കെ നടക്കണം അത് നിങ്ങൾ കണ്ടാൽ വായിച്ച് മനസ്സിലാക്കാത്തവർ എങ്ങനെ കേട്ടറിയാനാണ് എന്തൊക്കെ സുമുഖമാരോ എന്തൊക്കെ നടന്നണോ? അതല്ല. ഒരു ഹിന്ദിക്കാരോ ഒരു മലയാളികളോ ദസറ, ദീപാവലി ആഘോഷിക്കാം, ഹോളി ആഘോഷിക്കാം, ദുർഗാപൂജ, ആ പേരുകൾ കേൾക്കുമ്പോൾ എനിക്ക് അരിശം കയറുന്നുണ്ട്. എല്ലാ ജീവനില്ലാത്ത വിഗ്രഹാരാധനയും, വിഗ്രഹം എന്ന് പറഞ്ഞാൽ പൊങ്ങിപ്പോവും. ജീവനില്ലാത്തതിനെ ആരാധിച്ച് ലക്ക് കെട്ട് നടക്കണവർ. നശ്വരമായ സ്ത്രീയോ നശ്വരമായ ഹ്യൂമൻസിനെയോ നശ്വര മൃഗങ്ങളെ ആരാധിക്കാൻ പാടില്ല. എൻ്റെ മുഖത്ത് തെളിച്ചുണ്ട്, അതല്ലാന്നറിയാം. അതുകൊണ്ട് അവർ തോണ്ടി വിളിച്ച് ക്ഷണിക്കണില്ലേ, കൊണ്ടുകൊണ്ടെന്ന് പറഞ്ഞാൽ മുഖത്തേക്ക് സംസാരിക്കണില്ല. ഞാനും വീട്ടുകാരെ കുറിച്ച് ആരും പരിസരത്തുള്ള ചെറുപ്പത്തിലോട്ട് താഴ്ത്തി പൊക്കി പറഞ്ഞിട്ടില്ല.
പൊക്കി പറയേണ്ട ആവശ്യമില്ല. പൂർണ്ണ അറിവോടെ താഴ്ത്തി പൊക്കി പറയാൻ പറയും. അല്ലാണെന്ന് മുഖത്ത് നോക്കി എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ല, ആരും എൻ്റെ അവരോട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ല. മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പോൾ ഞാൻ പറയും. പിന്നെ അല്ല വേണം അല്ല എന്ന് പറയുമ്പോൾ വീണ്ടും അതിന് പറഞ്ഞുകൊണ്ടിരിക്കണേ. നിങ്ങളുടെ അതേ തെറ്റ് റിപ്പീറ്റ് ചെയ്ത് വെഡിത്തത്തിൽ കുഴിയിലെടുത്ത് ചാടാണ് തമ്മിൽ ഇത് കുഴിയിൽ ചാടാതിരിക്കാനുള്ള കാര്യങ്ങൾ പറയണേ. പക്ഷെ തമ്മിൽ കുഴി ചാടിച്ച് എത്രത്തോളം ഉണ്ടാവും. യേശു പുറത്തിറങ്ങിയ സാക്രിഫൈസിന് വേണ്ടിയല്ല, വെറുതെ പുറത്തിറങ്ങി നടക്കണ പോലെയല്ല. ഒരു രാജാവായി വന്ന രാജാവ് തത്രപ്പെട്ട് ജോലി ചെയ്യുമോ? തത്രപ്പെട്ട് മക്കളുണ്ടാക്കുമോ? തത്രപ്പെട്ട് കല്യാണം കഴിക്കുമോ? ഇല്ല. വെഡിത്തങ്ങൾ ജഗത്താൻ വെഡികളുടെ പോലെ ആവരുത് നിങ്ങൾ ജോലി ചെയ്യണവർക്ക് എല്ലാവർക്കും റെസ്റ്റ് കൊടുക്കാനാണ് ജീവനുള്ള ദൈവം വന്നിരിക്കുന്നത് മനുഷ്യരൂപത്തിൽ. അതിൻ്റെ ഏഞ്ചലിക് ഫോമിൽ മനുഷ്യൻ ജനിക്കണ പോലെയല്ല. അത് മനസ്സിലാക്കാൻ പഠിക്കുക. അതാണ് വ്യത്യാസം. അപ്പോൾ തോണ്ടി കുട്ക കഴിക്കാം, ബീഡി വലിക്കാം, സിഗരറ്റ് വലിക്കാം, അങ്ങോട്ട് വരാം. ഇത്ര 4 വർഷം അവിടെ ഉണ്ട്, 9 വർഷം ഇവിടെ ഉണ്ട്, 9 വർഷം ഗോവയിലുണ്ടായിരുന്നു പറഞ്ഞില്ലേ. ഒരു ഹിന്ദിക്കാരും മലയാളികൾ എന്നെ തോണ്ടി വന്നിട്ടില്ലേ. ഒരു തടിയന്മാരായാലും സമപ്രായമായാലും ഉയരം കൂടിയവരായാലും ഒരു കുറഞ്ഞവരായാലും വ്യത്യാസമുണ്ട്. പറയിപ്പിച്ച് ചെയ്യണത് വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കാൻ പഠി. ഇത് പറയിപ്പിക്കാണ്ട ചെയ്യണേ. അത് മനസ്സിലാക്കാൻ പഠിക്കുക. കാണിക്കാൻ വേണ്ടി സംപ്രേഷണം ചെയ്യുന്നത് വ്യത്യാസമുണ്ട്. ചെകുത്താൻ വെഡ്ഡികൾ പറയിപ്പിച്ച് പറയണ പോലെയാണോ? ഇത് സ്വന്തമായിട്ട് ചെയ്യണം. ആര് തോണ്ടി ഇത് പറയിപ്പിച്ച് തന്നിട്ടുള്ളേ. ലവ് ചെയ്യും. എന്തെങ്കിലും ആർക്കായാലും, ആണും പെണ്ണായാലും ആർക്കും ലവ് കൊടുക്കും. ലവ് വീഡിയോസ് കാണും. പക്ഷെ ഗുഡ്ക കഴിച്ച് ബീഡി വലിച്ച് ശോഷിച്ച അവസ്ഥയിൽ ശോഷിച്ച വാക്കുകളും പറഞ്ഞ് നടക്കണ്ട. ഇല്ല, അതിന് മൂട്ടിന്ന് വിടാന്ന് പറയാം. അത് നിങ്ങളുടെ ജീവനില്ലാത്ത ആരാധിക്കണ നശ്വരമായ സ്ത്രീ, നശ്വരം ഹ്യൂമൻസ്, നശ്വരം മൃഗങ്ങളെ ആരാധിക്കണ വിഡ്ഢികളുടെ ശോഷിച്ച അവസ്ഥ, സ്വന്തം തന്തയുടെ തള്ളയുടെയും റീട്ടാർഡ് അറിവില്ലാത്ത നേച്ചർ, ആ നേച്ചർ എന്ന് പറയാൻ പറ്റില്ല, ശോഷിച്ച അവസ്ഥ അനുകരിക്കണേന്. സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കും, സന്തോഷമായിട്ട്. അല്ലാണ്ട് വെഡ്ഡി ക്യാമറയുടെ മുന്നിൽ സ്പൈ ചെയ്യുന്നത് തെറ്റാണ്. നല്ലോണം എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ വെഡ്ഡിത്താണ്. ഞാൻ എന്താ പറയുക, ഈ വെഡ്ഡി ക്യാമറയുടെ കൂടെ നോക്കി നിങ്ങൾ നോണ പറഞ്ഞ് നിങ്ങളുടെ നാവ് ചീത്തയാക്കാണ്, നിങ്ങളുടെ കണ്ണ് ചീത്തയാക്കാണ്. ആ വെഡ്ഡിത്തം ചെകുത്താൻ വെഡ്ഡികളുടെ രൂപമായി മാറി നിങ്ങൾക്ക് ജീവനില്ലാത്തത് ആരാധിച്ച് നടക്കേണ്ടത് എപ്പോഴായാലും നടക്കും. വെഡ്ഡി ക്യാമറയുടെ 120 വർഷം മുമ്പ് ഉണ്ടാവണ മുമ്പ് എത്രയോ 500, 600, 700, 1000 വർഷമൊക്കെ തീർന്നു. അതൊക്കെ ഈ വെഡ്ഡി ക്യാമറ കെട്ടിപ്പിടിച്ചിരിക്കുക. ജീവിക്കേണ്ടവർ ജീവിക്കും. അല്ലെങ്കിൽ വെഡ്ഡിത്തത്തിലൂടെ ജീവിച്ച് ഇല്ലാണ്ടാവണവർ അങ്ങനെ ഉണ്ടാവേണ്ടത് ഉണ്ടായില്ല. അതിൻ്റെ വെഡ്ഡി ക്യാമറനെ പ്രണമിച്ച് എല്ലാവരും നടക്കണമെന്ന്. അതാണ് മെറ്റീരിയലിസ്റ്റിക് മഴ, അങ്ങനത്തെ വെഡ്ഡിത്തം നിങ്ങളുടെ ലൈഫിലുണ്ടായി പോകരുതെന്ന്. നിങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ശോഷിച്ച അവസ്ഥയാണ്. ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ശ്രേഷ്ഠമായി ജീവിക്കേണ്ടതാണ്. ശ്രേഷ്ഠമായ ലാംഗ്വേജ്, പ്രാർത്ഥന. അല്ലാണ്ട് കുറേ വെഡ്ഡി അതൊക്കെ മാറണം. ജീവനില്ലാത്ത പ്രതിമകൾ ആരാധിക്കുന്നത്, മുങ്ങി നിവരണം. അതാണ് മാതൃക. യേശുവായിട്ട് ചെയ്യുന്നത് നേരെ വിപരീതമാണ് നിങ്ങൾ ചെയ്യണത്. ആ തെറ്റ് മനസ്സിലാക്കേണ്ട. മുഴ പിഴ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? മഴയുടെ സമയത്ത് പെയ്തോളില്ലേ, ഞാനില്ലാത്ത സമയത്ത് എപ്പോഴായാലും അങ്ങനെ പെയ്യും. അത് മനസ്സിലാക്കാൻ പറയിപ്പിച്ച് പറഞ്ഞ പോലെ അല്ല അത്. മുങ്ങി നിവരണം. ഞങ്ങൾക്ക് മുങ്ങി നിവരാൻ പേടിയാന്ന് പറഞ്ഞിട്ട് 3 തുള്ളി വെള്ളം ഒഴിച്ചിട്ട് പാദ്രികളുടെ ആവശ്യമില്ല. അതുകൊണ്ട് ചെയ്യിപ്പിച്ച കാര്യമുണ്ട്. എന്നാൽ പാദ്രികളുടെ ആവശ്യമില്ല. അത് പൗലോസ് തിരഞ്ഞെടുത്ത് പറയിപ്പിച്ചേ. പാദ്രികളുടെ ആവശ്യമില്ല. അത് ചെയ്യുന്നത് തെറ്റാണ്. നിന്ന് വിലയില്ലാണ്ട് റിപ്പീറ്റ് ചെയ്യുന്നത് തെറ്റാണ്. അത് നിന്നു. അപ്പോൾ പാദ്രികളോട് ചെയ്യിപ്പിച്ച് തെറ്റ്. ഒരു മധ്യസ്ഥനുള്ളൂ, ഒരു മഹാപുരോഹിതനുള്ളൂ, ഒരു പരിശുദ്ധനുള്ളൂ, ജീവനുള്ള ദൈവം. അത് പറഞ്ഞു. അപ്പോൾ ആ വെഡിത്തം മാറ്റി കുറേ മധ്യസ്ഥരും കുറേ ജീവനില്ലാത്ത പ്രതിമകളും ചെകുത്താൻ ബാധിതരെയും ജീവനില്ലാത്ത ആരാധിച്ച് റിപ്പീറ്റഡ് സാക്രിഫൈസ് ചെയ്ത പാതിരികളെയും സിസ്റ്റേഴ്സിനെയും നശ്വരമായ സ്ത്രീകളെയും നശ്വരം ഹ്യൂമൻസിനെ നശ്വരം മൃഗങ്ങളെ ആരാധിക്കേണ്ട ആവശ്യമുണ്ടാ? കന്യകയെന്ന് ജനിച്ചെന്ന് പറയുന്നത് എന്താ? കന്യകയെന്ന് ജനിച്ചു, കടിഞ്ഞൂലായിട്ട് ജനിച്ചണേന്ന്. അതുകൊണ്ട് കന്യകേനെ പോയി ആരാധിക്കാനല്ല പറഞ്ഞത്. കന്യകേനെ ആവശ്യപ്പെട്ടവന് വിശ്വാസത്തോടെ സ്വീകരിച്ച് റോമൻസ് ഉണ്ടായിട്ട് അത് ഉണ്ടായി. എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായേ? അത് ഒരു പ്രത്യേക രീതിയിൽ വന്നതാണ്. പുറത്തിറങ്ങേണ്ട 30 വയസ്സ് തൊട്ട് ജോലി ചെയ്ത് കാശുണ്ടാക്കാൻ ചെയ്ത് ഒരു 5 വർഷം 25 വയസ്സ് തൊട്ട്. അത് വ്യത്യാസമുണ്ട്. താഴെ കുറേ അനിയന്മാരുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിലല്ല ജനിച്ചതാണ് കാണിച്ചാണ് കന്യകയെന്ന് ജനിച്ചതെന്ന് പറയണേ. അപ്പോൾ കന്യകയെന്ന് ജനിച്ചു പറഞ്ഞിട്ട് നശ്വരമായ സ്ത്രീകളെയും നശ്വരം ഹ്യൂമൻസിനെയും നശ്വരം മൃഗങ്ങളെ ആരാധിക്കാൻ പറഞ്ഞിട്ടുണ്ട് യേശു. 3.5 വർഷം പുറത്തിറങ്ങിയപ്പോൾ അത് സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി അതിനുവേണ്ടി ഫേമസ് ആയി. യഹൂദിയെ തന്നെ ഫേമസ് ആക്കിയാണ്. അതിന് അവർക്ക് മുതൽക്കൂട്ടാണ്. വാസ്തവം ഒരുക്കി പല സ്ഥലത്തുണ്ടവർ. നോർവേയിൽ വരെ സമാധാനത്തോടെ കൂട്ടത്തോടെ ജീവിക്കണു. ഇസ്രായേലിൽ മാത്രമല്ല. അത് മനസ്സിലാക്കാൻ പഠിക്കുക. അതുകൊണ്ട് തന്നെയാണ് പറയണത്, യേശുവയുടെ മാതൃകയല്ല നിങ്ങൾ വിപരീതമാണ് ചെയ്യണേ. മരിച്ചവരോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, കുറേ മധ്യസ്ഥരുടെ ആവശ്യമില്ല. ജീവനില്ലാത്ത നശ്വരമായ ഹ്യൂമൻസിനെയും നശ്വരമായ മൃഗങ്ങളെയും നശ്വരമായ
സ്ത്രീകളെയും ആരാധിക്കരുത്. ജൽപ്പനയും ജപമാലയല്ല ചൊല്ലേണ്ടത്. ജീവിച്ചിരിക്കുമ്പോൾ തമ്മിൽ തമ്മിൽ പുഷ്ടിപ്പെടുത്തുക. സദ്വചനം പറഞ്ഞാൽ സ്ട്രോങ് വചനങ്ങൾ. അയാൾ ജീവനകത്ത് പ്രതിമനെ ആരാധിച്ചിട്ട് പാതിരികളുടെ വേഷം പാതിരികളെ മുത്തി നശ്വരമായ സ്ത്രീകളെയും നശ്വരമായ ഹ്യൂമൻസിനെയും നശ്വരമായ മൃഗങ്ങളെ ആരാധിച്ച് ജൽപ്പനയും ജീവനകത്ത് വിഗ്രഹങ്ങളെ ആരാധിച്ചിട്ടല്ല. അതല്ല സ്ട്രെങ്ത്, അത് ശോഷിച്ച അവസ്ഥ. യഹോവയ്ക്ക് അത് അരോചകമാണ്. യേശുവയ്ക്ക് വരെ അരോചകമാണ്. അല്ലെങ്കിൽ യേശുവ പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞേനെ. എപ്പോഴും ബൈബിളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എന്താ പറയണ യേശുവ? ഈ പള്ളിയിലോ മലമേലിലോ പോവാണ്ടിരിക്കേണ്ട സമയം വരുമെന്ന്. അതിനർത്ഥം എന്താ? ജീവനില്ലാത്തതിനെ ആരാധിക്കരുതെന്ന്. ജീവനുള്ള ദൈവം ആത്മാവിലും വസിക്കണേ. ആത്മാവ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ മാറിയില്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് ചോദിക്കും. അതാണ് നിങ്ങളുടെ നിത്യനാശം വരാൻ പോണേ. അത് മനസ്സിലാക്കാൻ പഠിക്കും. എല്ലാം എട്ട് സമയത്തിനായിരുന്നു ബാപ്റ്റിസം ഒന്നും ചെയ്തിട്ടുള്ളവർ അങ്ങനെയുള്ളൊരു ചെകുത്താൻ ബാധിതരും തമ്മിൽ ശരിക്കുള്ളതിനെയും കണ്ട വ്യത്യാസം മനസ്സിലാക്കാൻ പഠിക്കുക. ജീവനില്ലാത്ത ആരാധിച്ച് അറിവുണ്ടായിട്ടും അറിയാത്ത പോലെ നടന്ന് വിലയില്ലാണ്ടൊന്ന് റിപ്പീറ്റ് ചെയ്യണവരാണ് ബൊഗോറോ മൊഗോത്തുലിക എന്ന് പറഞ്ഞ് വിഡിത്ത സൗണ്ടാണ് അവരുടെ. അങ്ങനെയുള്ളവരാണ് ചെകുത്താൻ ബാധിതർ. അങ്ങനെയുള്ളവരായിരുന്നു കുട്ടി വാങ്ങുന്നുണ്ട്. കുറേ കുമിത്താവച്ചിനും കുമ്മുട്ടിക്കും തോളത്ത് കൈയിട്ട് തോണ്ടി തോണ്ടി ഗുഡ്ക്കും ബീഡിയും സിഗരറ്റും എല്ലാ വക ഡ്രഗ് അടിച്ച് ഇല്ലാണ്ടായവരാണ് അവർ. തമ്മിൽ കുഴി ചാടിച്ച് അവരെന്ന് പറയാൻ പറ്റില്ല, ചവറുകൾ എന്ന് പറയാൻ വേണമേ. നല്ല കൂത്തെന്ന് പറയുന്നത് ചവറുകൾ. മനസ്സിലാക്കാൻ പഠിക്കുക. അങ്ങനെയുള്ളവർ ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് പറയൂല. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ റോമൻ കാത്തലിക് അല്ല, ആൻറ്റി ക്രൈസ്റ്റാണ്. അത് 550 AD തൊട്ട് തുടങ്ങിയത്, 1500 വർഷം മുമ്പ്. അത് പറഞ്ഞ പോലെയാണ് നടന്നണേ. കാരണം അത് വലിയ വർഷ വ്യത്യാസമൊന്നുമില്ല, വർഷങ്ങളുടെ വ്യത്യാസമില്ല. അത് അങ്ങനത്തെ കുറേ വിഡ്ഢിത്തങ്ങളുണ്ട്. കുറേ അതിൻ്റെ കൂടെ ഹിന്ദുസ് വന്നത് വിഡ്ഢി, മുസ്ലിംസ് എല്ലാം കൂടി കലർന്ന് ഒരു തരം മണ്ടൻ കളി കളിച്ചുകൊണ്ടിരിക്കുക. വിഡ്ഢി എല്ലാം ഈ സ്വയം ഇല്ലാണ്ടാവാനായിട്ട്. ജീവനുള്ള ദൈവത്തിന് ബഹുമാനം കൊടുക്കാണ്ട് ജീവനില്ലാത്തതിനെ ആരാധിച്ച് മുറുകെ പിടിച്ച് ഇല്ലാണ്ടാവണ ധൈര്യമില്ലാത്ത ശോഷിച്ച കോവേഡ്സ്. അപ്പോൾ അതെന്താ പറയുക, മൂട്ടിന്ന് വിടണ പോലെ അവരുടെ വായിന്ന് ആവിന്ന് വരുള്ളൂ. വിലയുള്ള സംസാരം ആവിന്ന് വരേണ്ടത്. പക്ഷെ അതിന് വിപരീതമായിട്ട് യേശുവ പറഞ്ഞാണ്ട് നേരെ വിപരീത ചെയ്തുകൊണ്ടിരിക്കണേ. ഹിന്ദുസ് ചെയ്യുന്നത്, റോമൻ കാത്തലിക്സ് ചെയ്യുന്നത്, വിഡ്ഢികൾ മുസ്ലിംസ് ചെയ്യുന്നത്. 3 ആൻറ്റി ക്രൈസ്റ്റാണ്. കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചോ. ഞാൻ കറക്റ്റായിട്ട് പറയാം. അത് കിട്ടേണ്ട സമയത്ത് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും. ഇനിയും കിട്ടുമ്പോൾ നിങ്ങൾ ബെഡ് റെസ്റ്റ് ആയിട്ട് അവിടെ കിടക്കുമ്പോഴും ഞാൻ വരും. നിങ്ങൾ ബെഡ് റെസ്റ്റ് ആയിട്ട് ആക്സിഡൻ്റ് ആയിട്ട് അരുന്ന് കൂട്ടി വാങ്ങിയാലും നിങ്ങൾ പഠിക്കില്ല. ആ തരം വിഡ്ഢി ശൂന്യരായ ചെകുത്താൻ വിഡ്ഢികളാണ്. ചെകുത്താൻ ബാധിതരായ നിങ്ങളെയും എന്നെയും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കാൻ പഠിക്കുക ആദ്യം. എനിക്കിങ്ങനെയുള്ള ലഘു വിഡ്ഢി ജീവനില്ലാത്ത ആരാധിക്കണം ഒരു കോണം വിഷു എന്ന് പറഞ്ഞാൽ തോണ്ടി വന്നിട്ടില്ലെന്ന് പറഞ്ഞു. 1 മിനിറ്റ് കൂടുതൽ തോണ്ടി ഇതിന് ഗുഡ്ക കഴിക്കാനോ ഓണം കഴിക്കാനോ ബീഡി വലിക്കാനോ വന്നിട്ടില്ലേ. പിന്നെ ഇങ്ങനെ ഇത്ര വർഷം ഉണ്ടാവും ഓടിച്ച് നടക്കണല്ലേ. കുറേ സിഗരറ്റ് വലിച്ച് നടക്കണ ആക്ടേഴ്സിനെ കുറിച്ച് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ല. ഇങ്ങനെയാണ് പറഞ്ഞിട്ടില്ല. ആരെക്കുറിച്ച് ഞാനും പറയാൻ പോയിട്ടില്ലേ. അല്ല ആണെന്ന് പൂർണ്ണ അറിവോടെ സംസാരിക്കാൻ പഠിക്കുക. അല്ലെങ്കിൽ ചെകുത്താൻ വെഡ്ഡികൾ വരെ അണിഞ്ഞൊരുങ്ങി ചിരിച്ച് പല്ലളിച്ച് ഭക്ഷണം കഴിച്ച് ഉറങ്ങി എന്നിട്ട് നടക്കും. പൂർണ്ണ അറിവില്ലാണ്ട് ഉറങ്ങി കണ്ണടച്ച് നടക്കും, കണ്ണ് തുറന്ന് നടക്കും. ഉറങ്ങിയ പോലെ ഉറങ്ങി. മനസ്സിലാക്കാൻ പഠിക്കുക. അറിവില്ലായ്മയിൽ ഉറങ്ങി പോകരുത് നിങ്ങൾ. യേശുവ വരെ ലവ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ രാജാവ് വരെ ലവ് ചെയ്യും. അത് എല്ലാ രീതിയിലും. അത് ശോഷിച്ച വാക്കുകൾ ശോഷിച്ചത് കഴിച്ച് നടന്ന് വിഡ്ഢിത്തം പറഞ്ഞ് നടക്കുന്ന അവസ്ഥയില്ല. ജീവനില്ലാത്ത ആരാധിച്ച് നടക്കുന്ന വിഡ്ഢിത്തമില്ല. നേരെ വിപരീതം ചെയ്യണത് വിഡ്ഢിത്തം. ചെകുത്താൻ വിഡ്ഢികൾ സ്വന്തം തന്തയുടെ നല്ല റീട്ടാർഡ് നേച്ചർ അനുകരിച്ച് നടക്കണം. ഏതെങ്കിലും കുമ്മുട്ടി കോഹനാൽ ഇത് ഈ ഇപ്പോഴത്തെ നിങ്ങൾ പ്രസൻറ്റിൽ ജീവിക്കുക. ഏതോ 1946-ലും 1960-ലും 1960-ലും ജനിച്ച വിഡ്ഢികളെ പറഞ്ഞിരിക്കണം. അവർക്ക് കുരുട്ട് മോന്തകളാണ്. കുരുട്ട് മോന്ത പോലെ ഒരു പ്രതിച്ഛായ വന്ന ആ പ്രതിച്ഛായയിൽ കുരുട്ട് മോന്തയായിട്ട് വരണവരാണ്. തമ്മിൽ കുഴിയിൽ ചാടിച്ച് ഒരു തരം മന്ദിഭവിച്ചിരിക്കുകയാണ്. സ്വന്തം സങ്കോചിതമായ ശോഷിച്ചാവസ്ഥ മാറ്റാണ്ട് അത് വികസിക്കാൻ പഠിക്കാൻ പറഞ്ഞു. അത് വികസിക്കാൻ പഠിക്കില്ല. ഈ പറയിപ്പിച്ച് നടന്ന അതേ വിഡ്ഢി ഡയലോഗ് വിഡ്ഢി ക്യാമറയുടെ മുന്നിൽ പ്രൂഫാക്കി വെക്കണമെന്നുണ്ട്. ഈ വിഡ്ഢിത്തം മൊത്തം ജീവനില്ലാത്തതിനെ ആരാധിക്കുന്നതും പാതിരി ഭാഷ കെട്ടി സ്വാമിക്ക് ഭാഷ കെട്ടി കുമ്മുട്ടിയും കോഹലാലും എല്ലാം വക വിഡ്ഢികളും ചെയ്യണ പോലെ. ഷൂറുഖാൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ഷൂറുഖ് ഖാൻ എന്നല്ല എൻ്റെ പേര്. അത് ഇൻ്റർനെറ്റ് ഒന്നും ഇല്ലാത്ത സമയത്ത് എൻ്റെ പേര് മാറ്റിയതാണ്. ഹിന്ദു ജീവനില്ലാത്തതിനൊക്കെ ആരാധിച്ച് അതിൻ്റെ നവംബർ 2 ബർത്ത് ഡേറ്റ് മാറ്റിയതാണ്. എന്ന് വെച്ചാൽ ഓഗസ്റ്റ് 28 വരണ രീതി ക്രിസ്മസ് ബോണിയമാണ് 78 ഒക്കെ കൊണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നവംബർ 2 എന്ന് പറഞ്ഞിട്ട് ഒരു വിഡ്ഢി ഫേക്ക് ബർത്ത് ഡേറ്റ് ആണ്, ഫേക്ക് പേരാണ്. വിഡ്ഢികളത് മനസ്സിലാക്കണം. ഷാറുഖ് ഖാൻ എന്നല്ല എൻ്റെ പേര്, എൻ്റെ അഫ്താബ് എന്തോങ്ങടാണ് പേര്. ആ ഫേക്ക് സാധനത്തിൻ്റെ വിഡ്ഢി മണ്ടൻ ഡയലോഗ് പറയിപ്പിച്ച് കാണാൻ പോകാൻ ഈ വിഡ്ഢി ശൂന്യരായ ചെകുത്താൻ വിഡ്ഢികൾക്ക് നാണാവില്ലേ. എന്താ വെച്ചാൽ മാറാൻ തയ്യാറല്ലെന്ന്.
കുമ്മുട്ടി എന്ന് പറയുന്നത് വിഡ്ഢി ഒരു വേറെ വിഡ്ഢി ഫേക്ക് ബർത്ത് ഡേറ്റ് ആണ്. ആ ഫേക്ക് ബർത്ത് ഡേറ്റ് 551 ഈ മൂത്തൊരനിയും തമ്മിൽ വ്യത്യാസം അറിയാണ്ട് കുറേ പാനും കുട്ടിയും കഴിച്ച് അമിതാഭ് ബച്ചൻ്റെ സിനിമയ്ക്ക് കൈയടിച്ച് എല്ലാ വക വളഞ്ഞ തോണ്ടി തോണ്ടി എല്ലാവരും ആയിരുന്നു കുട്ടി വാങ്ങണത്. 51 എല്ലാ സമയത്തിലും. പക്ഷെ 13 31 അത് ജിബിന് ഓഗസ്റ്റ് മാസം കേന്ദ്രീകരിച്ച 15 എന്ന സമയം 36 എന്ന വരുന്നത് 2001 ചേഞ്ച് ചെയ്ത് പേര് ചേഞ്ച് ചെയ്ത് മധ്യപ്രദേശ് ആ രീതിയിലാണ് വരണം. ഹിന്ദിക്കാരൻ തോണ്ടി തിരുമ്പ് വന്നിട്ടില്ലേ. അപ്പോൾ യേശു അവരെ ലവ് ചെയ്യും. അത് നിങ്ങളുടെ വിഡിത്തം ശോഷിച്ച ഹിന്ദി ആണെങ്കിൽ ശോഷിച്ച മലയാളി ആണെങ്കിൽ എല്ലാത്തിൻ്റെയും വ്യത്യാസത്തിലാണ് ചെയ്തേക്കണേ. ഏത് സമയത്ത് ഏത് കാലം അനുസരിച്ച് ബോണിയമാണ് എവിടെ തൊട്ട് കാണിക്കണ രീതി സൈനും നമ്പർ അനുസരിച്ച് 2888 രീതിയിൽ വരുന്നുണ്ട്. അതിന് ഫേക്ക് ബർത്ത് ഡേറ്റ് ആയിട്ട് ഷൂറുഖാനും പീറുഖാനും പറഞ്ഞ വിഡ്ഢികൾ ഫേക്ക് പേര് വെച്ചിട്ട് അഫ്താബി എന്നൊക്കെ മാറ്റിയിട്ട് ഫേക്ക് ബർത്ത്ഡേ വെച്ച് നടക്കുന്നതാണ്. ആയിരുന്നു കുട്ടി വാങ്ങണ മാസത്തിൽ എല്ലാവരും കൂടി ചാവണത് അതുകൊണ്ടാണ്. കുപ്പാപ്പനും 73 വയസ്സിൽ 27/11 അതുപോലെ എല്ലാ 7th ഓഗസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കണ എൻ്റെ ശരിക്കുള്ള ബർത്ത് ഡേറ്റ് അതിന് വ്യത്യാസമല്ലേ. എല്ലാ വക വിഡ്ഢികളും 2nd ഓഗസ്റ്റ് 7th ഓഗസ്റ്റിൽ വെച്ചാൽ എല്ലാ വക രീതിയിലും വരണ 2001 ഛത്തീസ്ഗഡായിട്ട് പേര് ചേഞ്ച് ആവുന്നതും എല്ലാ രീതിയിലും 36 എല്ലാ രീതിയിലും തണുപ്പ് എല്ലാ രീതിയിലും വരുന്നത് കുളിര് ആ രീതിയിലൊക്കെ വേർഡ്സ് നമ്പേഴ്സ് വെച്ച് കണക്ഷൻ വരുന്നതാണ്. വ്യത്യാസം മനസ്സിലാക്കുക. എല്ലാ കുണികളും മൊണികളും പേര് മാറ്റി വിഡ്ഢിത്തത്തിലാണ് നടക്കണത്. ഫേക്ക് ബർത്ത് ഡേറ്റ് 2 കഴിഞ്ഞിട്ട് -6 അല്ല അവരുടെ ബർത്ത്ഡേ. അത് ഹിന്ദു രീതിയിൽ ചെകുത്താൻ വിഡ്ഢികളെ ആരാധിച്ചിട്ട് ബർത്ത് ഡേറ്റ് മാറ്റുന്നതാണ്. ആ വിഡ്ഢിത്തം വിശ്വസിക്കരുത്. കുരുട്ട് മോന്തിയാണ് അവരുടെ. അതുപോലെ 5 കഴിഞ്ഞിട്ട് -1 വരുന്നത് ഗ്ലീഷുകളും ഒടിഞ്ഞ് നടക്കണവർ ഇത് പറയുമോ? എന്തെങ്കിലും ഇതുപോലെ ഇപ്പോൾ പ്രസൻറ്റ് ലൈഫിൽ എന്തെങ്കിലും ലവ് വീഡിയോസ് കാണാൻ എന്തെങ്കിലും അന്തരം ഉണ്ടോ? എന്തെങ്കിലും സെയിംനെസ് ഉണ്ടോ? ഇല്ല. എല്ലാ വക വിഡ്ഢികളും വേറെ രീതിയിൽ വളർന്നവരാണ്. ഏതോ 1946 1960 ജനിച്ച വിഡ്ഢികൾ പറഞ്ഞിട്ട് കാര്യമുണ്ട്. 5 കഴിഞ്ഞ -1 പോലെ അല്ല. ആ വിഡ്ഢിത്തത്തിൽ മാറാൻ പഠിക്കുക. ആ ഫേക്ക് ബർത്ത് ഡേറ്റ് ഉണ്ടായി ദീപ എന്ന് പറഞ്ഞാൽ മോളുടെ മോളാണ്. അത് കോനിക്കാടനായിട്ട് ബന്ധമില്ല. മൂത്തവരായിട്ട് ജനിച്ചേക്കണേ. ആൺകുട്ടി എങ്ങനെ ജനിച്ചാണ് ആ ആണായിട്ട് വന്നേക്കണേ. ആ രീതിയിലാണ് വന്നേക്കണേ. ആരെയും ദീപിക എന്ന് പറഞ്ഞ ഫേക്ക് പേര് ബർത്ത് ഡേറ്റ് മാറുന്ന ഫേക്ക് പേര് കിട്ടുന്നതാണ്. ആ ഫേക്ക് പേര് വെച്ചിട്ടാണ് കുറേ പേര് വിഡ്ഢി ശൂന്യരായിട്ട് ഇല്ലാണ്ടാവുന്നത്. ആ വിഡ്ഢികളെ ഫേക്കുകളെ വിശ്വസിച്ച് പടു വിഡ്ഢികളാവുന്നത്. ആനമണ്ടന്മാരാവുന്നത് മനസ്സിലാക്കാൻ പഠിക്കുക. യേശു വരെ സ്നേഹിക്കും. പക്ഷെ ഇങ്ങനെയല്ല. ജീവനില്ലാത്ത ലഘുകെട്ട മെറ്റീരിയലിസ്റ്റിക് ഫ്ലിംസി തകർന്നു പോകുന്ന സ്നേഹമല്ല. അത് മനസ്സിലാക്കാൻ പഠിക്കുക. പക്ഷെ നിങ്ങൾ വിഡ്ഢിത്തത്തിൽ തുടർന്നാൽ നിത്യനാശന കിട്ടിയിരിക്കും. ഞാൻ പറഞ്ഞു ലവ് ചെയ്യുന്നത് ശോഷിച്ച വാക്കുകൾ ഉപയോഗിച്ചിട്ടല്ല. യേശുവയുടെ മാതൃക അങ്ങനെയാണ്. യേശുവയുടെ മാതൃകയുടെ നേരെ വിപരീതമാണ് ശോഷിച്ച ആൻറ്റിക്രൈസ്റ്റ് റോമൻ കാത്തലിക്സും ആൻറ്റിക്രൈസ്റ്റ് ഹിന്ദുസും മുസ്ലിംസും ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ വിഡ്ഢിത്തം. അപ്പോൾ ഞാൻ ശോഷിച്ച വാക്ക് പറഞ്ഞു. ആ ശോഷിച്ച വാക്ക് അങ്ങനെയല്ല പറയണത്. അത് നിങ്ങളുടെ കുഴിയിൽ തമ്മിൽ കുഴി ചാടിക്കണവരെന്താണ്? ഈ ആൻറ്റിക്രൈസ്റ്റ് ഹിന്ദുസും ആൻറ്റിക്രൈസ്റ്റ് റോമൻ കാത്തലിക്സും. അവിടെ ഇവിടെയും പറയണതിന് ഞാൻ ഗൗനിക്കേണ്ട കാര്യം എന്താ? ഗൗനിക്കാന്നല്ല വേർഡ് പറയാം. അപ്പോൾ ശോഷിച്ച മുസ്ലിംസും ശോഷിച്ച ഹിന്ദുസും ശോഷിച്ച റോമൻ കാത്തലിക്സും തമ്മിൽ കുഴി ചാടിക്കണ കാര്യം മൂട്ടി നോട്ടോണ്ടിരിക്കണേ. അപ്പോൾ ഞാൻ എന്താ ചെയ്യണം? ഞാൻ അങ്ങനെയല്ല. നിങ്ങളുടെ വിഡ്ഢിത്തം മാറ്റാനുള്ള കാര്യങ്ങൾ പറയണത്. തമ്മിൽ കുഴി ചാടിക്കരുത് എന്നാണ് പറയണത് അല്ലേ? അങ്ങനെ ചാടിക്കാതെ വിഡ്ഢിത്തം പറഞ്ഞ് വീണ്ടും വിഡ്ഢിത്തത്തിൽ വിലയില്ലാത്തത് റിപ്പീറ്റ് ചെയ്യണതിൽ ഞാൻ പോകണ്ട. ഇല്ല. എന്തെങ്കിലും മെറ്റീരിയലിസ്റ്റിക് നേച്ചർ എൻ്റെ കയ്യിൽ വരണ്ട. ഇല്ല. എനിക്കെന്ന് വെച്ചാൽ മെറ്റീരിയലിസ്റ്റിക് നേച്ചറോട് കമ്പല്ല എന്ന് പറയണം. യേശുവയ്ക്ക് വരെ മെറ്റീരിയലിസ്റ്റിക് നേച്ചറോട് കമ്പല്ല. ലവ് ചെയ്യും. പക്ഷെ ശോഷിച്ച അവസ്ഥയും പറഞ്ഞ് കുട്ടിക്കും ബീഡി വലിച്ച് നടക്കണില്ലേ. അത് വ്യത്യാസമുണ്ട്. ഒരു ജീവനുള്ള ദൈവത്തിൽ നിന്ന് വരുന്നതും അത് കന്യകേന്ന് വന്നു എന്ന് പറഞ്ഞിട്ട് കന്യകേനെ ആരാധിക്കാനല്ല പറയണേ. കന്യകേന്ന് എന്താ പറഞ്ഞാൽ കടിഞ്ഞൂലായതുകൊണ്ട് കുറേ എണ്ണം ജനിച്ചു കഴിഞ്ഞിട്ട് വന്നതല്ല. വിശ്വാസത്തിൻ്റെ കാലം റോമൻസിൽ നിന്നുണ്ടായതാണ്. എന്തെങ്കിലും വ്യത്യാസം മനസ്സിലാക്കുക. വിഡ്ഢിത്തത്തിൽ നിന്ന് മാറാൻ പഠിക്കുക ആദ്യം. അല്ലെങ്കിൽ നിത്യനാശവും കിട്ടാൻ പോണേ. ശോഷിച്ച വാക്കല്ല. മണ്ടന്മാർ വിഡ്ഢികൾ ആൻറ്റിക്രൈസ്റ്റ് പറയണ മൂട്ടിന്ന് വിടണ പോലെയല്ല പറയണേ. വിലയുള്ള സംസാരമാണ് വായിന്ന് വരേണ്ടത്. പറയിപ്പിക്കാണ്ട് പറഞ്ഞു നോക്കേ. അത് ഞാൻ പറയുന്നുണ്ട്. തമ്മിൽ കുഴി ചാടിക്കണ അവസ്ഥയല്ല വരണേ. ശോഷിച്ച അവസ്ഥയിൽ സ്ട്രെങ്ത്തായിട്ട് സംസാരിക്കണം. അത് മനസ്സിലാക്കാൻ പഠിക്കുക. വ്യത്യാസം എന്താണ്? എല്ലാം വിഡ്ഢിത്തത്തിൽ ചടഞ്ഞുകൂടി കുടിച്ചിരിക്കാണ്ട് എന്തെങ്കിലും ലവ് ചെയ്യാനാണ്. ഏതാണെങ്കിലും ഇരുട്ടത്താണെങ്കിലും പുലിയൊക്കെ ഇറങ്ങണ നീൽഗായ് ഏത് മൃഗങ്ങൾ ഇറങ്ങണ സ്ഥലത്താണെങ്കിലും പാമ്പ് ചെയ്യുമ്പോൾ ലവ് ചെയ്യണമെങ്കിൽ ഇറങ്ങിത്തിരിക്കാൻ പഠിക്കുക. ഇരുട്ടത്താണെങ്കിലും ഏത് ഉറക്കൊളിച്ച സമയത്താണെങ്കിലും പ്രസ്താവിക്കാൻ പഠിക്കുക. എത്ര പറയിപ്പിക്കാണ്ട് ചെയ്യിപ്പിക്കാണ്ട് അതിന് തോണ്ടി ചെയ്യിപ്പിക്കാണ്ട്.
ഒരു വിഡ്ഢിയും എന്നെ തോണ്ടി ഒന്നിനും വന്നിട്ടില്ലെന്ന് പറയും. വ്യത്യാസം മനസ്സിലാക്കുക. ചെയ്യണ സ്ട്രെങ്ത്തിലൂടെ ചെയ്യുന്നത് എന്താ? പറയിപ്പിച്ച് ചടഞ്ഞു കൂടിയിരുന്ന് ഇല്ലാണ്ട് വിഡ്ഢിത്തത്തിൽ മുഴുകി ഇല്ലാണ്ടാവുന്നത് വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാൻ പഠിക്കാതെയോ.